ഹലോ, റിൻഷ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയും, നമ്മൾ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് ഈവനിങ് നമ്മൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ ഷാളൊന്നും കണ്ട ഈ സെയിം ഷാൾ തന്നെ ഞാൻ ഷാളൊന്നും ഊരിയിട്ടിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ ചുരിദാർ നമ്മൾ മാറ്റിയിട്ട്, കാരണം ചൂട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ ഉമ്മാടെ ഒരു മാക്സി എടുത്തിട്ടു കേട്ടോ. എനിക്കങ്ങനെ മാക്സി പൊതുവേ ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ ചെറുതാവുമ്പോൾ ഞാൻ മാക്സിയൊക്കെ ഇട്ടിരുന്നു. പിന്നെ ഞാനങ്ങനെ ചുരിദാറിന് ഇടലിട്ടു. പക്ഷെ ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ എത്രയായുള്ള ഡ്രസ്സ് ഇടുക അത്രയും നല്ലതാണ് കേട്ടോ. കാരണം അത്രയും കാറ്റും നമുക്ക് ആശ്വാസം കിട്ടുന്ന ഡ്രസ്സ് ഏതാണ് തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഏതാണെങ്കിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അന്ന് തന്നെ ഓൽക്ക് താത്താർക്ക് പൊട്ടിക്കണം ഇത് ഞാൻ പറഞ്ഞു. പിറ്റേത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സ്വസ്ഥതയിൽ ഇരുന്നിട്ട് നമുക്കിത് പൊട്ടിക്കും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ താത്താർക്ക് ഇതൊക്കെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് വീഡിയോ എടുക്കുക, നിങ്ങൾ കാണും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ നമ്മളത് പൊട്ടിക്കും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഇത് അടിപൊളി ഒരു ഗിഫ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്ത് വരുമ്പോൾ കുറച്ച് നല്ല വാക്കുകളോ ആയത്തിൽ കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കുമല്ലോ, അതെന്തായാലും നമുക്ക് ഉണ്ടാവില്ല. അതായത് ഒരു അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ കുറേ നല്ല പാത്രങ്ങളൊക്കെ കിട്ടിക്കും കേട്ടോ. പിന്നെ നമ്മൾ അതിന് കുറേ പുതിയ പാത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ പാടത്തെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന കുറേ നല്ല പാത്രങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പാത്രമുണ്ട് എൻ്റെ ഉമ്മക്ക് കേട്ടോ. എൻ്റെ ഉമ്മൊക്കെ നല്ല നീറ്റിൽ കൊണ്ടെടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് രാത്രി കുത്തുപെയ്ത്ത് കഴിച്ചണം എന്നുള്ള ഒരു ചെറിയ ചർച്ച ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് തന്നെ അത് ചെയ്യല ഏറ്റവും നല്ലത്. കാരണം പിന്നെ നമ്മൾ ഇതിനൊരു പ്ലാൻ ഇടുമ്പോൾ അതിനെല്ലാവരും ഒത്തുകൂടുക, അതിന് നമ്മൾ ഒരു എല്ലാവരും അതിനൊന്ന് നമ്മൾ പരിശ്രമിക്കേണ്ട. അപ്പോൾ ഇന്ന് തന്നെ അത് എന്തായാലും ആയിക്കൂടെ കഴിച്ചാൽ നമുക്ക് നല്ലതല്ല. ഇപ്പോൾ ഒരു വീട് കൂടിയിരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വീടിന് പറക്കത്തല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും പ്ലാനിട്ട് ഉസ്താദ്മാർക്ക് വിളിച്ചപ്പോൾ ഒരു 4 ആൾക്കാരെ കിട്ടിയാൽ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുത്തുബെയ്ത്ത് നമ്മൾ കേൾക്കണത്. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ പറയും പണ്ടൊക്കെ ഇങ്ങനെ വാളോട്ടും കത്തിയോട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു ഇതിൽ എന്നൊക്കെ പറയും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ തോന്നുന്നു കേട്ടോ. പിന്നെ ഫുള്ള് ലൈറ്റൊക്കെ എടുത്തിട്ടായിരുന്നു അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഓതുന്നിടത്ത് മാത്രം ലൈറ്റ് എടുത്താൽ മതി, അല്ലാതെ ഫുള്ള് ലൈറ്റ് എടുത്താനൊന്നും അങ്ങനെ ഒരു പറയലില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം നല്ല ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കി, വേറെയും ചിക്കൻ കൊടുന്ന്, പിന്നെ നമ്മൾ ചപ്പാത്തിയും പത്തിരി പൊറോട്ട ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ടയേർഡും ക്ഷീണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ഗിഫ്റ്റ് ഒരു അടിപൊളിയായിട്ട് റൈസ് കുക്കർ നമ്മളടുത്ത് ഇല്ലാത്ത ഒരു ഐറ്റമാണ്. അത് നല്ല ഒരു അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി പാത്രം ഇതൊക്കെ നമുക്ക് ചോറ് ഊറ്റിയിടാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും ടൈമില്ല. അപ്പോൾ നമ്മളെന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം കേട്ടോ. നമ്മൾ 3:30 എണീറ്റിട്ട് പിന്നെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മളൊന്ന് കാല് നീട്ടി ഇരുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെ വീട്ടിൽ പരിപാടി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ തന്നെയല്ലേ എല്ലായിടത്തേക്കും മണ്ടിപ്പായുക. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഇതിനൊക്കെ റെക്കോർഡ് ചെയ്യണത്. അതാണ് ഞാൻ മറ്റേ രാത്രിക്കത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ സംസാരിക്കണത്. പിന്നെ ഞാൻ ക്ഷീണം കാരണം ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടില്ല കേട്ടോ. ഷേസു റയ്യാൻ നേരത്തെ തന്നെ ഉറങ്ങിയ കാരണം ഞാനും അവിടെ കടന്നിട്ട് കുത്തുബെയ്ത്ത് കഴിഞ്ഞ് ആമിയും പറഞ്ഞതിന് ശേഷം ഞാനും ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നെ വിളിച്ചു വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ രാവിലെ ഞാൻ അതിനുള്ളതൊക്കെ നമ്മൾ പൊറാട്ടയും പത്തിരിയും ചപ്പാത്തിയൊക്കെ ഞാൻ രാവിലെ കഴിച്ചു കേട്ടോ, വയറ് നിറച്ച്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഞാൻ അവിടെ അടക്കി നിർത്തിക്കാണ് കേട്ടോ. അവിടെ ഇരുന്നോളി, ഞാൻ അതിലെടുക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ പൊട്ടിക്കാനൊന്നും കൂടണ്ട പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഓലല്ലോ അവിടെ ഒതുങ്ങിയിരിക്കുക. ഓലക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ സഹായിക്കാനായിട്ട് തീരെ സമാധാനമില്ല കേട്ടോ. ഓലും കൂടി വന്നു കേട്ടോ. അത് വന്നിട്ട് എന്നെ പൊട്ടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കുറച്ച് പാത്രങ്ങളും പിന്നെ നമുക്ക് റിമോട്ട് ഫാനും അങ്ങനെ കുറച്ച് നല്ല അടിപൊളി ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.